അവിടെ ഒരു രഹസ്യം പറച്ചില്ലേ? അടിക്കുന്നോ? ഡാ പട്ടികളെ, നീയൊക്കെ വെറും പട്ടികളാടാ. ആ എന്തിയാടാ എക്സൈസ് വിദ്യാഭ്യാസ മന്ത്രി ഗുണശേഖരൻ? എന്നാ എന്നാലും നിന്റെ വാലാട്ടിന്റെ ഒരു DPP ചന്തമുണ്ട് കേട്ടാ. എവിടെ പോയി കിടക്കായിരുന്നടാ പന്ന? ബാക്കി പറയണ്ട, ഞാൻ ഊഹിച്ചെടുത്ത് പൂജിപ്പിച്ചോളാം. പഴയതുപോലെ അല്ല സാറേ, ഇപ്പൊ ഇത് വാങ്ങണമെങ്കിലേ പരേഡിൽ നിൽക്കുന്ന പോലെ ക്യൂ നിക്കണം. എന്റെ അമ്മയുടെ ഒക്കെ ഒരു ഒടുക്കത്തെ ക്യൂ. പൊട്ടിക്ക്. അയ്യോ, ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിട്ട് ഇത് പൊട്ടിക്കാനാ? എടാ പൊട്ടിക്കാൻ പറഞ്ഞ അതല്ല, തുറന്നൊരെണ്ണം ഒഴിക്കാൻ. ഞാൻ വിചാരിച്ചു. എന്താടാ നിനക്കൊരാട്ടം? നീ അടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെ അടിച്ചിട്ടില്ല. ഇപ്പൊ സാധാ സമയം ഭൂമുലുക്കല്ലേ, എപ്പോഴാ കുലുങ്ങണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടൊരു കരുതലായിട്ട് അടിപടിക്കുക. നീ ഒഴിക്കുന്നില്ലേ? ഒഴിച്ചോടനെ അടിയടേ. വേണ്ട വേണ്ട, കമ്മീഷണർ സാറിന്റെ മുമ്പിൽ വെറും ഒരു കോൺസ്റ്റബിൾ ആയി പത്രോസ് ഒഴിച്ചടിക്ക്. എന്നാ പറഞ്ഞ് തല തേക്കത്തില്ല സാറ്. കമ്മീഷണറും കോൺസ്റ്റബിളും അതാണ് ഭരണഗണന. തെറ്റിയതാ, ഭരണഘടന. ഭരണ പത്രോസ്, നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യാൻ. വെള്ളം അടിക്കാത്തതിനോ? ഞാൻ വെള്ളം അടിച്ചോളാം, അല്ല കൊല്ലല്ലേ. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കാടാ. പോലീസിന്റെ പണിയും വേണം, താടി ഇട്ട് പഠിക്കാനും വേണം. ഒന്ന് നിന്റെ താടി അല്ലെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്ലേഡ് അലർജിയാണെന്ന്. അതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് സാറേ. ഞാനിത് പഠിച്ചാൽ എന്റെ മുഖം ബ്ലീച്ചിങ്ങില്ല, ടോബ്ലറ്റ് പോലെ. രാത്രി കണ്ടിട്ടൊരു കാറാണെന്ന് തോന്നുന്നു. ഒരു കുട്ടിയുടുപ്പിട്ടുണ്ടാ വരുന്നത്. കാറല്ല, കാറിൽ നിന്ന് വരുന്ന പെണ്ണ്. എങ്കിലത് അവളായിരിക്കും. അവളോ? അതേടാ, ആ അമേരിക്കൻ ഡേറ്റിന്റെ മീരയില്ലേ, തുണി മേടിക്കാൻ കാശില്ലാത്ത പൊന്നും. അവളെ പഠിക്കാത്ത കേട്ടത് അടി ചെറുക്കണ അവളെ. ഞാൻ പറഞ്ഞേക്കാൻ മുഖ്യമന്ത്രിയുടെ മോളെ അടിച്ചിറക്കാൻ മാത്രം താൻ വളർന്നോ? എന്നാ അടിക്കടോ. എന്നാടാ അടിക്കാത്ത? അടിക്കണ അവളെ. എന്റെ പൊന്ന് സാറ്, മുഖ്യമന്ത്രിയുടെ മോളെ ഞാൻ അടിച്ച എന്റെ വീട്ടുകാർക്ക് എന്റെ ഫോട്ടോ സ്റ്റാറ്റ് പോലും കിട്ടൂല. എന്തിനാ കൊച്ചെ ഈ വേഷവും കെട്ടി ഈ നേരത്തെ ഇങ്ങനെ? ഈ നേരത്ത് വന്നാലല്ലേ അങ്ങേ ഒന്ന് ദർശനം കിട്ടൂ. ദർശനം തരാൻ ഞാൻ ആരാ? ദൈവം? അതോ നിന്റെ തന്തയെ പോലെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി? രണ്ടുമല്ല, രാക്ഷസൻ എന്നാ എല്ലാവരും പറയുന്നേ. പക്ഷെ എനിക്കറിയാം ഈ കൊമ്പമീശ വെറും ജാടയാണെന്ന്, ഈ രാക്ഷസൻ വെറും പൂച്ചക്കുട്ടിയാണെന്ന്. ചെപ്പക്കുട്ടി മതി, ബാക്കി ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗതാഗത വകുപ്പ് മന്ത്രി ഗതാഗത ക്ഷമിക്കണം. ഗുഡ് നൈറ്റ്. ജോലി ചെയ്യാൻ സമ്മതിക്കില്ല ഇവൻ. എവിടെ അവൻ? ബഹളം ഉണ്ടാക്കാതെ എടുക്കാം. അപ്പോ 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 ഒന്ന് വേഗം വലിച്ച് കെട്ടടാ. അപ്പോന് ഫോൺ ഇന്ന് താമസിച്ച ഒന്ന് പിടിവിട്ടതേ ഉള്ളൂ, അപ്പോഴേക്കും താഴെ പോകും. ഹലോ ആളടിയില്ലേ? ഹലോ, ഇയാളെപ്പോഴാ എന്റെ അടി കയറിയത്? ഹലോ, ആരാ? എന്താടാ നീ വിളിച്ചത്? അയ്യോ സാറായിരുന്നോ? ക്ഷമിക്കണം, ഞാൻ എന്റെ അടി കിടന്നാളോട് പറഞ്ഞതാ. അടി കിടന്നാളോ? എന്താടാ അവിടെ ഒരു ബഹളം? അത് ഞാൻ ഏണിയുടെ മോളിൽ നിന്ന് താഴേക്ക് വന്നാ, പകരം ഞാൻ ഒരാളെ മുകളിലേക്ക് വിട്ടുണ്ട്. നീ ഉടനെ എന്നെ ഒന്നൊന്ന് കാണണം. ഇന്ന് ഉത്സവമല്ലേ? എന്റെ അമ്മായിയമ്മയുടെ ഒരു ഉത്സവം വൈകുന്നേരല്ലടാ കഴുതേ. ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന്, മുത്തച്ഛിയോട് പറഞ്ഞേക്ക്. പിന്നെ നീ ഇപ്പൊ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ അവറാച്ചന്റെ വീട് വരെ ഒന്ന് പോണം. എന്താ സാർ, കോള് വല്ലതും ഉണ്ടോ? ഒരു വലിയ കാസറ്റ് ബിസിനസ്സാ, അതൊക്കെ വരുമ്പോ പറയാം. അപ്പൊ സാറ് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ സാർ, ഇവിടുന്ന് റെഡി ആവും, നമുക്ക് സ്ഥലം വരെ പോകണം. എങ്ങോട്ടാ? അയ്യേ, അങ്ങോട്ടൊന്നും ഇനി പോകാൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ +2 ആ ഇത്രയും പേര് ദോഷം ഉണ്ടാക്കി. ഒരുമാതിരി മറ്റോടത്തെ വർത്താനം പറയരുത്. ഈ +2 കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി, CS എത്ര പ്ലസ് ഉണ്ടായി, എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി, പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി. ഇനിയിപ്പോ +3 കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ 3 വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം, അതാണ് +3.
അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടക്കി തിരുത്തി കുറിക്കണം. അതെ. പള്ളിക്കുടുത്തി പോത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. ഇലക്ഷൻ പ്രചരണത്തിന് എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ. മറ്റവന്മാര് ചവിട്ടുനാട് ഇറക്കുമ്പോ അതിൽ ഒരു വഴി മോളി വേണം നമുക്ക്. വീഡിയോ പ്രചരണമാണെങ്കിൽ നന്നായിരിക്കും. ശരിയാ, നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ അവറാച്ച? കാസറ്റ് ഷൂട്ട് ചെയ്തിറക്കാന്ന്. കാസറ്റോ? കാസറ്റ് ഒന്നും വേണ്ട, അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാസറ്റ് ഇറക്കുന്നത് നല്ലതാ വറാച്ച. അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം. കാട്ടി പോയിട്ടുള്ള കഞ്ചാവ് വേട്ടയും വ്യാജമദ്യ റെയ്ഡുകളൊക്കെ ഡ്യൂപ്പിലാണ്ട് ഞാൻ തന്നെ അഭിനയിക്കും. കാസറ്റിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്നൊരു കക്ഷി വരും. കാസറ്റ് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാ. ഗുണശേഖരം സംസാരിച്ച് തീരുമാനിക്കും. ഞാൻ ഇറങ്ങുക, വൈകിട്ട് കാണാം. വരട്ടെ അവറാച്ച. അവര് വന്നോ? വന്നെന്നല്ല, CS പോവുകയാണെന്ന്. കാസറ്റിന്റെ ആൾക്കാർ പുറകെ വരുന്നുണ്ടെന്ന്. എടാ പൗലോസേ, ഇങ്ങോട്ട് വന്നേ. എടാ, ഈ ഗുണശേഖരൻ ഉടനെ ഒന്നും പോകുന്ന ലക്ഷണമില്ല. അവന്മാരിപ്പോ വരികയും ചെയ്യും. ഞാൻ അകത്തിരിക്കാം, നീ ഒരു കാര്യം ചെയ്യും. മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവന്മാരെ പ്ലാനിൽ അകത്തേക്ക് കൊണ്ടുവരണം. അത് ശരി. അതെ, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ഓ, ഗുണശേഖര, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ കുറച്ച് കിടക്കട്ടെ. അവറാച്ച സ്ഥിരമായിട്ട് വിശ്രമിച്ചോ. വേണമെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഞാൻ പൊളിച്ചടക്കി തരാം. നമസ്കാരം. 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 ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാമെന്ന്. അകത്തുണ്ടോ? ഏത് മിനിസ്റ്ററെ? എന്താ കാര്യം? ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ മതി. ഓ, നമ്മുടെ കാസറ്റ് പാർട്ടി. വാ, മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ? കൊള്ളാം. നമ്മുടെ കാസറ്റുകാരാണ് സാർ. വരണം വരണം, ഇരിക്കണം. ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നം ഇവരെ കറങ്ങുന്നാ തോന്നുന്നു. എന്താ? അല്ല സാറ്, ഞാൻ ഗുണശേഖരൻ. വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാറിന് വിളിച്ചോട്ടെ. അല്ല, ഈ അവറാച്ച സാറ്. അവറാച്ചനല്ല, ഈ കാര്യത്തിൽ ഞാനേ സാറ്. വീഡിയോ പിടിക്കണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ പിടിച്ചടങ്ങുന്നു ഞാനും. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ? അല്ല, എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? ധൈര്യമായി പിടിച്ചോളൂ. എന്റെ കൂടെ കുറെ പേര് വേണം. ഗുണശേഖരന്റെ ശക്തി എന്താന്ന് ജനങ്ങൾ അറിയണം. പരശുരാമൻ മഴവും നീട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയെ പിടിച്ച് സാറ് നിൽക്കണം. അയ്യോ, രാമനാഥൻ സാർ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു തോന്നുന്നു. ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളും കണ്ടാൽ മോശം. കാണണം. ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനല്ലോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. മോളോ? അല്ല, സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചൂട്ടാ. ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുകളെന്നാ തോന്നണേ. സമയില്ല, പറയൂ, എന്ന് തുടങ്ങാൻ പറ്റും? അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ. അത് മൂന്നാറിലെ. മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ വെച്ചാൽ മതി. മൂന്നാല് എസ്റ്റേറ്റ് വാങ്ങാമെന്ന പാർട്ടിയാണോ? അതെ. നിങ്ങൾ കാസറ്റ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇറ്റ്സ് വെരി ഡിപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് മാറ്റർ. അയ്യോ, അങ്ങനെ പറയല്ലേ. പത്രോസേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒന്നുകൂടി അടിച്ചേ. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ എന്തും കേൾക്കും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാ. അതിപ്പോ എനിക്കുണ്ട്. നീ പേടിക്കണ്ട. പക്ഷെ സംഗതി പെൺപാണിവായത് കൊണ്ടാ എനിക്കൊരു മടി. അയ്യോ, ഇത് പെൺവാണിപ്പല്ല, ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്രേമിച്ചതാ. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ, ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? പെണ്ണ് നിന്റെ കൂടെ 2 മാസം താമസിച്ചതിന് ശേഷവും വേണമെങ്കിൽ ഇത് പെൺപാണിവാക്കാം. അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം. എന്തും പറഞ്ഞ് ആരത്? തോണ്ടിയത് ഞാനാ. എന്തും പറഞ്ഞ് അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയതും പറഞ്ഞ്. ചരിത്രമല്ല, ചാരിത്രം. സിർജിനിറ്റി. നിന്റെ സിർജിനിറ്റിക്ക് ഇല്ലല്ലോ. അയ്യേ, പത്രോസേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അവളിന്ന് വന്നല്ലേ ഉള്ളൂ. ചേട്ടനടിച്ച് ഫിറ്റായ. നീ നോക്കണ്ട, നിന്റെ ഏമാന്റെ കാറ്റ് പോയെന്നാ തോന്നണേ. അഡീഷണൽ DGP മന്ത്രിയൊക്കെ കൂടെ അങ്ങേരെ കൊന്നു കാണും. ഈ പത്രോസ് പോകേണ്ടി വരുമല്ലോ അങ്ങേരെ കൊണ്ടുവരാൻ. ആരാടാ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരുള്ള വീട്ടിലേക്ക് 2 ടോർച്ച് അടിച്ചു നോക്കണം. രാമനാഥൻ സാറാ വരുന്നേ. എന്റെ കാര്യം ശരിയാക്കണേ.
പൊക്കോടാ, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നീ എന്റെ പ്ലാ കണ്ടോ? പ്ലാ പ്ലാ പ്ലാ. ആ ചെറ്റ പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവനാ കിടക്കപ്പുറത്തില്ലാത്തത്. നിന്നെ ഒന്നും സ്നേഹിക്കാൻ കൊള്ളുകടാ പൊന്നൊക്കെ. ആ ബാക്കി പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. ഏ പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാന്ന്. മിസ്റ്റർ രാമനാഥൻ. നീ എന്താ വിളിച്ചേ? അല്ല മിസ്റ്റർ രാമനാഥൻ സാറിന് വിളിച്ച തെറ്റ. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിന് ഒരു പുണ്ണാക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ജെയ്സി അപ്പു തമ്മിലുള്ള പ്രേമം ഗാഢമാണ്. ചങ്ങമ്പുഴൻ രമണനും പോലെ, നയനാരി കരുണാകരനും പോലെ. അതേപ്പറ്റി എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താടാ? എന്റെ അഭിപ്രായത്തിൽ അവൻ കാണിച്ച് തണ്ടിത്തരോ ചെറ്റത്തരോ എന്ന് പറയാൻ പറഞ്ഞത് അല്ല തല്ലി. പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഈശ്വര, പത്രോസ് പാരയായിന്നാ തോന്നണേ. ഇയാൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്ത എന്നെ വേണം തല്ലാൻ. മൂക്കറ്റം വെള്ളം അടിച്ചോണ്ട് നിന്ന് മോങ്ങുന്നോ? പോയി വിളിച്ചോണ്ടവനെ. അപ്പേ അങ്ങോട്ടോടെ പോവോ? അല്ല അപ്പ വിളിക്കാനായിട്ടാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞില്ല. എന്നോട് ചോദിക്കാതെ കണ്ണിക്കണ്ട തോന്നിവാസം കാണിക്കുന്നവനൊന്നും കയറി വരാനുള്ള വീടല്ലത്. ചോദിച്ചിട്ടൊക്കെ പ്രേമിക്കാൻ പറ്റുമോ? വേണ്ടടാ, നീ പ്രേമിച്ച് മരിക്ക്. പിന്നെന്താ പ്രേമഭാജനത്തെ അവിടെ ഇട്ടുണ്ട്, നീ മാത്രം ഇങ്ങോട്ട് എന്നുള്ളത്? അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടെന്ന് കരുതി. എന്ത് സംശയം? അല്ല, രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും ഞാനും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മാനക്കേട് സാറിനല്ലേ? സംഭവിച്ചാ കൊന്നുകളെ ഞാൻ. ഒന്നും സംഭവിക്കില്ല, അമ്മച്ചാണ് ഒന്നും സംഭവിക്കില്ല. നീ എന്താ ഇവിടെ? എപ്പോഴാ ഇവിടെ കിടന്നേ? എന്തിനാ ഇവിടെ കിടന്നേ? അപ്പുന്റെ കൂടെ അല്ലാതെ പിന്നെ എവിടെ ഞാൻ കിടക്കേണ്ടത്? ഞാൻ ഇവിടെ രാത്രിയിൽ കിടന്നു. എന്റെ അമ്മച്ചി, എന്താ? നിന്നെ ഒന്ന് തൊടുപോലും ഇല്ലെന്ന് ഞാൻ രാമാസാറിന് വാക്ക് കൊടുത്താ. എന്നിട്ടിപ്പോ അബോധാവസ്ഥയിൽ നീ എന്റെ കന്യാത്വം കവർന്നെടുത്തോടി. ഈശ്വര, എന്റെ വെർജിനിറ്റി പോയി. ഒരു സ്നേഹവും ഇല്ല അപ്പൂന്. ഇന്നലെ രാത്രി എന്നെ തനിച്ചാക്കിയിട്ട് പോയില്ലേ? വന്ന ദിവസം തന്നെ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കരഞ്ഞു. എല്ലാരും ഉപേക്ഷിച്ചല്ലേ അപ്പു ഞാൻ വന്നേ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? സോറി മോളെ, മനഃപൂർവ്വം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. എന്ത് അത്ഭുതം? പറയാം. അതിനു മുമ്പ് നിന്റെ പരിഭവം ഒന്ന് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. രാമനാഥ സാറിന് കൊടുത്ത വാക്ക് തൽക്കാലം കാശിക്ക് പോട്ടെ. കൊണ്ടാടാ അവിടെ. ഇല്ല. അയ്യോ ഈശ്വര, ഇന്നിവിടെ കൊല നടക്കും. ഇതുവഴി പോയാൽ കാണും. അയ്യോ, അതുവഴി പോവല്ലേ, ഇങ്ങോട്ട് പോ. കട്ടിന്റെ അടി കയറിക്കോ. നിനക്കെന്താടാ ഒരു സിനിമാസ്കോപ്പ് ചിരി? രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു. ആറ്റുവാക്കാര് അത്ര നല്ലവരായതുകൊണ്ട് ഒരു ടെൻഷൻ. രാത്രി പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്ത് പ്രശ്നം? ഞാനിവിടെ കിടന്നു, അവള് മോളിൽ കിടന്നു. അല്ല, അകത്ത് കിടന്നു. അതല്ലടാ മരക്കഴി. ആ ആന്റണി സംഘവും ഒന്നും വല്ല കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാ നീ അവളോട് കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അവളോട് പറയാം. എവിടെ അവള്? എവിടെ അവള്? ആകാശത്തില്. അല്ല, അകത്ത്. എന്തേ അവള്? ഷേവ് ചെയ്യാ. അല്ല, പല്ലേക്കണോ? നീ അവളെന്ന് വിളിച്ചേ? ഇപ്പൊ പറ്റില്ല. എന്താ പറ്റാ? വേറെ ചില പ്രശ്നങ്ങളുണ്ട്, ഇപ്പൊ പറ്റില്ല. എന്താ പ്രശ്നം? ഇപ്പൊ പറ്റില്ല. എന്താടാ പ്രശ്നം? ബാത്റൂമില്ല. എന്നാ നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ? ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ നിനക്ക് തലയ്ക്ക് വട്ടായ? വട്ടായ? എനിക്കും അങ്ങനെ തോന്നാ. ആകപ്പാടെ ഒരു പരിഭ്രാന്തി. വെറുതെ ചിരിക്കാനും കരയാനും അങ്ങോട്ട് തോന്നുക. ഇതിനാണ് സാർ വട്ടെന്ന് പറയാ? ഇതിനും വട്ടെന്ന് പറയാറുണ്ട്. നിനക്കെന്താടാ കോങ്കണ്ണുണ്ടോ? ദൈവമേ, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കോങ്കണ്ണും വരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രോബ്ലംസാ. എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും രാവിലെ തന്നെ ആ പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിലാക്കി. അയ്യോ, ഒന്നുമില്ല, വെറുതെ അയ്യോ. പെണ്ണ് കട്ടിലടിക്കണം വിഷമിക്കുന്നുണ്ടാവല്ലേ? അതെ. സാറെന്താ പറഞ്ഞേ? ഒന്നാമത് നീ അവളെ വളച്ചൊരു പരുവത്തിലാക്കി. കട്ടിലിനടി കിടന്ന് ഇനിയും വളഞ്ഞ അരിവാള് പോലെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. എന്നിട്ട് പോകാൻ പറയണം അവള്. ഇറങ്ങി പോരെ, കണ്ടുപിടിച്ച് കൊണ്ടാക്കിട്ട് എന്നെ ഒന്ന് വിളിക്കണം.
ഇതേ വല്യപ്പച്ചൻ. നമുക്ക് ഓടിയാനോ? നേരെയാ പോലീസ് എസ്കോട്ടോടുകൂടിയാ വരുന്നത്. തൂക്കെടുത്ത് അകത്താക്കും. നിങ്ങൾ അകത്ത് ഒളിച്ചിരുന്നോ? ബാഗ്. ആന്റപ്പനുണ്ടോ മോളെ അകത്ത്? ഇല്ല, വന്നില്ല. എന്നാ അമ്മച്ചിയെ വിളി. അവരെല്ലാം ഷോപ്പിങ്ങിന് പോയി. നിന്നെ തനിച്ചാക്കി ഇങ്ങനെ പോകലെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നീ എന്തിനാ മോളെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്നത്? നമ്മൾ ആറ്റുവക്കാരെ കുടുംബമായുമോ നിനക്ക് അറിയാവുന്നതല്ലേ? പോട്ടെ പോട്ടെ, എല്ലാം ശരിയാവും. വന്നേ വലിപ്പിച്ചിക്ക് ഭയങ്കര വിശപ്പ്. വാ 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 വാ. ഈ ഓട്ടം വേലക്കാരിപ്പിന് ഇവിടെ ഇല്ലേ? കല്യാണിയേ പോലീസുകാരൊന്നും കഴിച്ചു കാണത്തില്ല. അടിയിലേക്ക് ഇറക്കും. എട്ടമ്പക്കരിയാണിയേ ഇരിക്കും. ഇരിക്കും മക്കളെ. ഇടി കല്യാണിയേ ഇവിടെ എല്ലാം എടുത്തിരിക്കാം. അവിടെ വീട് വാടി വേണേ. എന്താ സാറേ? എന്നാ ഉണ്ടടി കഴിക്കാൻ? അപ്പം ഉണ്ട്, പിന്നെ കടലക്കറിയും ഉണ്ട്. അപ്പം എങ്കി അപ്പം രണ്ടെണ്ണം എടുക്ക. ആ രാവിലെ ഉണ്ടാക്കിയതാണെങ്കിൽ ചീത്തയിട്ടുണ്ടാവില്ല. കല്യാണിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ? കേട്ടോ കല്യാണി, കഴിഞ്ഞ മാസം ഞങ്ങൾ കിഡ്നി ചികിത്സയ്ക്ക് വേണ്ടിട്ട് അമേരിക്കയ്ക്ക് പോയില്ലേ? അവിടെ ചെന്ന് ചിക്കൻ സൂപ്പ് കഴിക്കുമ്പോഴും മിനിസ്റ്റർ പറയുന്നത് കല്യാണിയുടെ അപ്പത്തെ കുറിച്ചാ. കടലക്കറി എങ്ങനെ ഉണ്ടാച്ചായ? നല്ല രുചി. ഒരു പോക്കത്തിനെ കാണിക്കുന്നു. അയ്യോ ആരെ കണ്ടി മുളക് വെച്ചത്? പോലീസ് പിടിക്കവനെ. സാമൻ എന്ത് പറ്റി? എടോ എന്ത് പറ്റിയെന്ന്? ഈശ്വര, കണ്ടങ്ങിരിക്കും ജനങ്ങളെ മുഴുവട്ടനാക്കി മാറ്റുന്നതും നേരെ ഒരുപാടായി, ഇതുവരെ റെഡിയായില്ലേ? സാറേ എന്താണ് മുഖം വല്ലാതിരിക്കുന്നത്? സുഖയില്ലേ? കർത്താവേ, പുറത്ത് സാമിനും പട്ട്, അകത്ത് സാറിനും പട്ട്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? അയ്യോ സാറേ, നമുക്ക് ആശുപത്രി, നമുക്ക് ആഫീസിൽ പോണ്ടേ? ഞാനൊന്നും വരുന്നില്ല, നീ വെക്കോ. എന്തു പറ്റി? കാരണം ഞാൻ നിന്നെ ബോധിപ്പിക്കണോ? നീ ആരാ എന്റെ മേലധികാരിയോ? ഞാൻ ചായ എടുത്തിട്ട് വരാം. സോറി. അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം?
നിങ്ങൾ രാത്രിയിൽ വേണ്ടാതിനൊക്കെ കാണിച്ചിട്ട് പാവം പത്രത്തിന് എന്തിനാ രാവിലെ ചായ പുഴുകിയത്? സോറി, ഞാൻ കണ്ടില്ല. കാണൂല, ആരും ഈ പത്രത്തിനെ കാണൂല. പത്രത്തിൽ വെറും പാറയല്ലേ, ആർക്ക് വേണമെങ്കിലും എപ്പോഴെങ്കിലും കയറി പള്ളി പണിയാലോ. സെൻട്രി സാമൻ ചിരിച്ചതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ പിടികിട്ടിയത്. ഇന്നലെ രാത്രി സാറിന്റെ ചരിത്രം നഷ്ടപ്പെട്ടു അല്ലേ? മതി, രാവിലെ ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. ചായ കുടിക്കണ്ടേ? ഞാൻ ഇട്ടോണ്ട് വരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അച്ഛന്മാരെന്താ ഇവിടെ? ജീസസ്. വേദന കൊണ്ട് പൊളയുന്ന രോഗികൾ